നമ്മൾ മലയാളികളുടെ ജീവിതം അല്ലെങ്കിൽ ഒരുവിധപ്പെട്ട സാധാരണക്കാരുടെ ജീവിതം എല്ലായ്പ്പോഴും ചുറ്റപ്പെട്ടിരിക്കുന്നത് ലോണുകളിലാണ്. നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് പണ്ടൊക്കെ പഠനകാലം വരെ, അതായത് ഒരു പഠനകാലം വരെയും നമുക്ക് ലോണും ബാധ്യതകളോ ഒന്നും വരത്തില്ല. അതായത് കുട്ടികൾക്ക് വരില്ല, അച്ഛനമ്മമാർക്കായിരുന്നു ബാധ്യത. ഇതിപ്പോൾ അത് മാറി. നമ്മളൊരു +2 പഠനം കഴിഞ്ഞാൽ അപ്പം തന്നെ എഡ്യൂക്കേഷൻ ലോൺ അപ്ലൈ ചെയ്യുന്നു, അത് തലയിൽ വെച്ചുകൊണ്ട് പഠിക്കാൻ പോകുന്നു. പിന്നീട് പ്രോപ്പറായിട്ടുള്ള ജോബ്, നമ്മുടെ നാട്ടിൽ തൊഴിലില്ലായ്മ രൂക്ഷമാണല്ലോ, പഠിച്ചിറങ്ങിയാണ് ജോലി തരുന്ന രാഷ്ട്രമൊന്നുമല്ല നമ്മുടേത്, അതുകൊണ്ട് രാജ്യമല്ല നമ്മുടെ. അതുകൊണ്ട് തന്നെ ഈ പറയപ്പെടുന്ന ലോണിന്റെ ഭാരം തലയിലേക്ക് വന്നുകൊണ്ടാണ് ജീവിതം തുടങ്ങുന്നത് തന്നെ. അതിനുശേഷം പിന്നീട് നമ്മൾ ജോലിയിൽ പ്രവേശിക്കുന്നു, അടച്ചാലും തീരാത്ത എഡ്യൂക്കേഷൻ ലോൺ. അതിനുശേഷം നമുക്കൊരു മൊബൈൽ, നമുക്ക് ആവശ്യങ്ങൾ പിന്നെ കൂടുന്നു. വണ്ടിക്ക് നമ്മൾ EMI എടുക്കുന്നു, അടുത്തത് മൊബൈലിന് EMI, എല്ലാത്തിനും ഇനി EMI ആണ്. അതായത് നമുക്ക് എന്ത് സാധനവും കിട്ടും സുലഭം. ഏതൊരു സാധാരണക്കാരനും ഡൗൺ പേയ്മെന്റ് വെച്ചാൽ സൂപ്പറായിട്ട് സാധനങ്ങൾ. പക്ഷെ ഇതെല്ലാം ഫസ്റ്റ് ടൈമിലേ കിട്ടത്തുള്ളൂ, ഒറ്റ പ്രാവശ്യം ഇതെല്ലാം എടുക്കാൻ പറ്റും. പിന്നീട് നമുക്കിതൊന്നും എടുക്കാൻ പറ്റില്ല, ഒരു ഹോം ലോൺ പോലും എടുക്കാൻ പറ്റില്ല. കാരണം എന്താ, ഇതിൽ പലതിലും നമുക്ക് പിന്നെ നമ്മളെല്ലാവരും മനുഷ്യരാണ്, സാധാരണക്കാരാണ്. മറ്റേ റിച്ചസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ലോണിന്റെ ആവശ്യമില്ല, മറിച്ച് നമ്മൾ സാധാരണക്കാരനായതുകൊണ്ട് നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ നമ്മൾ ലോണിലാണ് തീർക്കുന്നത്. ശരിയാ, ഈ പറയുന്ന റിച്ചസ്റ്റ് ആളുകൾ പോലും ലോൺ എടുത്ത് അവർക്ക് പ്രശ്നമൊന്നുമില്ല. വലിയ കാര്യമാണെങ്കിലും അവരും ലോണിൽ തന്നെയാണ് പോകുന്നത്. പക്ഷെ അതൊന്നും ഇവരെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതെ, നമുക്ക് പലരും ബാങ്കുകൾ പാപ്പരടിച്ചുകൊണ്ട് ലോൺ എടുത്ത് മുങ്ങിയ പലരെയും നമുക്കറിയാം. സോ ഇപ്പോ ഈ ലോണിനകത്ത് നമ്മുടെ ജീവിതം, നമ്മൾ ജീവിക്കുന്നതും നടക്കുന്നതും എൻജോയ് ചെയ്യുന്നതും സെലിബ്രേറ്റ് ചെയ്യുന്നതും ഈവൻ ടൂറിന് പോകുന്നതും എല്ലാം ഈ ലോൺ ആപ്പിനകത്ത് തലയ്ക്കാത്ത. ക്രെഡിറ്റ് കാർഡ് ഇങ്ങനെ വട്ടം ചുറ്റി 41%, 50% പല ക്രെഡിറ്റ് കാർഡിനെയും പലിശ എന്ന് വരുന്നത്. കൂടാതെ പേഴ്സണൽ ലോൺ, ഹോം ലോൺ, അങ്ങനെ ലോൺ ഇല്ലാത്തൊരു ജീവിതം ഇന്ന് മലയാളിക്കില്ല. പക്ഷെ അവിടെ വില്ലനായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് സിബിൽ സ്കോർ. ആദ്യകാലത്തൊന്നും സിബിൽ സ്കോർ ബാങ്കിലൊന്നും അടവ് മുടങ്ങി കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് വിളി വരും, സിബിൽ സ്കോർ പ്രശ്നമാകും, നിങ്ങളുടെ സിബിൽ റിഫ്ലക്ട് ചെയ്യും. കുട്ടികളായിരുന്നു അത് ആദ്യം ഫേസ് ചെയ്തിരുന്നത്, എഡ്യൂക്കേഷൻ ലോണിലാണ് അത് ആദ്യം ഫേസ് ചെയ്തിരുന്നത്. പിന്നീട് നിങ്ങൾക്ക് ഭാവി ലോണൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞ് ബാങ്കിന്റെ അതോറിറ്റികൾ നമ്മളെ ഭീഷണിപ്പെടുത്താൻ നോക്കിയപ്പോൾ കുഞ്ഞുങ്ങളത് മൈൻഡ് ചെയ്യാതെ നിങ്ങൾ എന്തെങ്കിലും കാണിച്ചിട്ട് ഞങ്ങൾ ലോണൊന്നും എടുക്കുന്നില്ല എന്ന്. പക്ഷെ പിന്നീട് എല്ലാ കാര്യങ്ങളിലേക്കും സിബിൽ സ്കോർ ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങിയത്, പ്രത്യേകിച്ചും ക്രെഡിറ്റ് കാർഡുകളിൽ, ലോണുകളിൽ തിരിച്ചടവ് ഒന്നും മുടങ്ങിയാൽ, കാറിന്റെ EMI എന്തെങ്കിലും ഒന്ന് മുടങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നെ അതങ്ങ് കിടക്കുവാണ്. പിന്നീട് അത് ലൈഫ് ലോങ് അങ്ങ് കിടക്കുവാണ്. ലേറ്റ് പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ടില്ല, ഇത്ര ടൈംസ് ലേറ്റ് പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഇത് നമുക്ക് സിബിൽ സ്കോർ ചെക്ക് ചെയ്യുമ്പോൾ, ഈവൻ നമ്മളിപ്പോ എല്ലാവരും സുലഭമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ഗൂഗിൾ പേ എന്ന് പറയുന്നത്. ഈവൻ ഗൂഗിൾ പേയിൽ പോലും ചെക്ക് യുവർ സിബിൽ സ്കോർ എന്ന് പറഞ്ഞ് കാണും. കാരണം അത്യാവശ്യം നമ്മൾ 1-2 ഈവൻ നമ്മൾ ഗോൾഡ് പണയം വെച്ചിട്ട് ഗോൾഡ് ലോൺ എടുത്തിട്ടുണ്ടോ, പേഴ്സണൽ ലോൺ എടുത്തിട്ടുണ്ടോ, എന്ത് തന്നെ ലോൺ ആയിക്കോട്ടെ, ഈ ലോണുകളുടെ എല്ലാം ഒരു ടെനർ കാണുമല്ലോ. നമ്മൾ ചിലപ്പോൾ 6 months ഷോർട്ട് ടൈം ആയിരിക്കും, ചിലപ്പോൾ 1 year ആയിരിക്കും. ഇപ്പം എല്ലാ പോളിസികളും ഇപ്പോഴാണ് ചേഞ്ച്, ബാങ്കുകളിലെ എല്ലാ പോളിസികളും ചേഞ്ച് ആയിട്ടുണ്ട്. എങ്കിലും ഈ 1 year അല്ലെ 6 months കൃത്യമാവുമ്പോഴത്തേക്കും ഇത് റിന്യൂ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ ആ റിന്യൂ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഡേറ്റ് വിട്ടു പോകാം. അത് ബാങ്കിൽ നിന്ന് നമുക്കൊരു മെസ്സേജ് ഒക്കെ വരും, ജസ്റ്റ് റിമൈൻഡർ ആയിട്ട്. പക്ഷെ നമ്മളത് ഏതെങ്കിലും സാഹചര്യം കൊണ്ട് വിട്ടു പോയി കഴിഞ്ഞാൽ, ലേറ്റ് പേയ്മെന്റ് ആയാൽ അത് നമ്മുടെ സിബിലിനെ ബാധിക്കും. ഈ സിബിൽ സ്കോർ വരുന്നത് ശരിക്കും ഈ പറയുന്ന പോലെ ആവറേജ്, ഗുഡ്, ഫെയർ, എക്സലന്റ് ആ ഒരു കാറ്റഗറിയിൽ. എനിക്കൊന്ന് ഒരു 700 above ആണെങ്കിൽ ഫെയർ ആണ്, 800 സംതിങ് ഒക്കെ ആകുമ്പോഴാണ് ഗുഡും എക്സലന്റും ഒക്കെ വരുന്നത്. അതായത് ശാരിക മുൻപ് പറഞ്ഞ പോലെയാണെങ്കിൽ 500+ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ആൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ലോൺ എടുക്കണമെങ്കിൽ പോലും അത് നടക്കില്ല. നമ്മുടെ നാട്ടിലെ മെജോറിറ്റി ആൾക്കാർ സാധാരണക്കാരനാണ്. ഇപ്പോൾ അന്നൊന്ന് കഴിക്കാനുള്ള ആഹാരം അല്ലെങ്കിൽ സാധാരണക്കാരനായ ഉദ്യോഗസ്ഥരോ കമ്പനി ഉദ്യോഗസ്ഥരോ എല്ലാവരും സാധാരണക്കാര, ഒരു ആവറേജ് മിഡിൽ ക്ലാസ് ആൾക്കാർ ഏറ്റവും കൂടുതലുള്ള നാടാണ് നമ്മളുടെ. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാരിൽ ഒരു ബഹുഭൂരിപക്ഷം മിഡിൽ ക്ലാസ് ആണ്, പിന്നെ താഴേക്കൂടെയുള്ളവർ. പക്ഷെ ഇവരൊക്കെ ഒരു ലോൺ എടുത്താൽ അടവ് മുടങ്ങാം, സംഭവിക്കാം. അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അങ്ങനെയാണ് എന്ന് വെച്ചിട്ട് പിന്നീട് ഭാവിയിൽ ഒരിക്കലും അവർ തിരിച്ചടയ്ക്കാത്ത കള്ളന്മാരല്ല. അവര് നിവർത്തികേട് കൊണ്ട് മുടങ്ങുന്നതാണ്. ഇപ്പോൾ ഈ റീസൺ കഴിഞ്ഞ ദിവസം ഒരു ആത്മഹത്യ, ചാരിമൂടുള്ള ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുകയുണ്ടായി. കാരണം വേറൊന്നുമല്ല, അയാൾ വെറും 1.5 ലക്ഷം രൂപയാണ് ലോൺ എടുത്തത്. അത് അടയ്ക്കാൻ പറ്റാതെ മുടങ്ങി. പിന്നീട് ഈ പറയുന്ന പോലെ കൂടി വന്ന് അവസാനം അത് തിരിച്ചടയ്ക്കാൻ വേറൊരു ബാങ്കിനെ ആശ്രയിക്കാനും, വേറൊരു സ്ഥലമോ എന്തോ കച്ചവടമോ കാര്യങ്ങളൊക്കെ ചെയ്യും, ഒന്നും സമ്മതിക്കത്തില്ല ഇവര്. അപ്പോൾ ഒരു വായ്പ എടുക്കാൻ അടുത്ത ബാങ്കുകൾ, പല ബാങ്കുകളിലെയും മുട്ടിയെങ്കിലും ഒന്നിടത്തും കിട്ടിയില്ല. അവസാനം നിൽക്കക്കള്ളിൽ അത് പുള്ളി ആത്മഹത്യ ചെയ്തു. പല കുടുംബങ്ങളും നമ്മൾ ഇന്നത് വലിയ വാർത്തയാക്കുന്നില്ല, അതൊരു കോമൺ അല്ലാതായി, അതൊരു അൺകോമൺ അല്ലാതായി മാറിയിരിക്കുന്നു. വേറൊന്നുമല്ല, പല ഫാമിലിയിലും അച്ഛനും അമ്മയും മക്കളും ചേർന്ന് ആത്മഹത്യ ചെയ്യുന്നു. പറയുമ്പോൾ സാമ്പത്തിക ബാധ്യത, പിന്നെ അവിടെ ആ സ്റ്റോർ തീർന്നു. ഇതിന്റെ പിന്നിൽ ആ ജീവൻ ഒരു വിലയില്ല, അത് സാമ്പത്തിക ബാധ്യതയാണ്. സാമ്പത്തിക ബാധ്യത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കാണാതായി മൃതശരീരം കിട്ടി കൊലപാതകം എന്ന് കരുതിയ ഈ പറഞ്ഞ ഹരിചന്ദ്രനോ, ആ പുള്ളിക്കാരൻ്റെ ഹരിചന്ദ്രൻ, അദ്ദേഹത്തിന്റെ കേസിലും പറയപ്പെടുന്നത് സാമ്പത്തിക ബാധ്യത 10-30ഓളം പേർക്ക് പൈസ കൊടുക്കാനുണ്ടായിരുന്നു. അത് കൊടുക്കാൻ പറ്റാതെ നിർക്കക്കളിൽ അദ്ദേഹം സൂയിസൈഡ് ചെയ്യുന്നതാണ് ആ പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തി പറയുന്നത്. സോ ഇതെല്ലാം നിൽക്കുന്നത് ഈ സാമ്പത്തിക ബാധ്യതയിൽ എത്തുന്ന ബാങ്കിലും സിബിൽ സ്കോറിലുമാണ്.
സത്യത്തിൽ എന്താണ് സിബിൽ സ്കോർ? നമുക്ക് അറിയേണ്ട ഒരു കാര്യം തന്നെയാണല്ലേ പൗർണമി? തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ശാരിക ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഇപ്പം നമ്മൾ ഈ സിബിൽ സ്കോർ ലോൺ എടുക്കുന്നവരുടെ കാര്യങ്ങളെല്ലാം പറയുന്നു. ലോൺ എടുക്കുമ്പോൾ നമുക്ക് സിബിൽ കുറയും, അല്ലെങ്കിൽ ഈ ലേറ്റ് പേയ്മെന്റ് വരുമ്പോൾ സിബിലിന്റെ നമ്പറിൽ ചേഞ്ചസ് വരും. അത് കൃത്യമായിട്ട് അടയ്ക്കുവാണെങ്കിൽ സിബിൽ സ്കോർ കൂടും. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പിന്നീടാണെങ്കിലും ഈ ആളൊരു ട്രസ്റ്റി ആണ്, അല്ലെങ്കിൽ ഒരു വിശ്വസനീയമായിട്ടുള്ളൊരു കസ്റ്റമർ ആണ്, ഇയാൾക്ക് ധൈര്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചടവുകൾ മുടങ്ങില്ല, പൈസ കിട്ടും എന്നുള്ളൊരു ഹോപ്പാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒപ്പം ഒരു ലോണും ഇല്ല, നമ്മൾ വിചാരിക്കും ഒരു ലോണും ഇല്ലാതെ, വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കുക, നമുക്ക് വേറെ ബാധ്യതയോ കടവോ ഒന്നുമില്ല, എന്നാൽ നമ്മുടെ സിബിൽ സ്കോർ ഹൈ ആണെന്ന് വിചാരിച്ചാൽ ആ ധാരണയും തെറ്റാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് സിബിലേ കാണില്ല. അതെ. അപ്പോൾ സത്യത്തിൽ ഈ ഒരു സിബിൽ സ്കോർ എന്ന് പറയുമ്പോൾ ഒരു കണ്ണീച്ചോരയില്ലാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് സിബിൽ ഡിപ്പാർട്ട്മെന്റായി മാറിയിരിക്കുന്നു എന്നാണ് ആരോപിക്കുന്നത്. കാരണം ഒരു മനുഷ്യന്റെ ഈ റോബോട്ടുകളൊന്നും അല്ലല്ലോ ലോൺ എടുത്തുകൊണ്ട് പോകുന്നത്, മനുഷ്യന്മാരാണ്. നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരുടെ എക്കണോമിക് അതായത് സാമ്പത്തിക സ്ഥിതിയും സിബിൽ ഡിപ്പാർട്ട്മെന്റ് മനസ്സിലാക്കിയേ മതിയാവൂ. അതിനുശേഷം വേണം ഈ പറയുന്ന ഈ കടുകെട്ടി നിയമങ്ങൾ, അതായത് സിബിൽ സ്കോർ ബാധിച്ചു കഴിഞ്ഞാൽ അവര് വട്ടം ചുറ്റും, അവർക്ക് വേറെ മാർഗമൊന്നുമില്ല, പകരം അവർ മരിക്കണോ? ഒരു ലോൺ എടുത്ത് അടയ്ക്കാൻ പറ്റില്ല എന്ന് കരുതി ഒരാൾ മരിക്കണോ? ഇല്ല. പകരം ആൾക്കാരുടെ നിന്ന് പിഴിഞ്ഞു വാങ്ങിക്കുന്നതാണ്. എന്താണ്, മറ്റ് വൻകിട കമ്പനികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നാണ് പലരും ആരോപിക്കുന്നത്. വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെ രക്ഷിക്കാനും അവർക്ക് കൂടുതൽ സാധനങ്ങൾ, ലോണുകൾ സാധാരണ ആൾക്കാർ 1.5 ലക്ഷം, മാക്സിമം കൂടുതൽ 10-15 ലക്ഷം പോട്ടെ, ഒരു ബാങ്ക് ഉദ്യോഗസ്ഥർ ലോണൊക്കെ എടുക്കാനായിട്ട്, ഹോം ലോൺ എടുക്കാൻ വേണ്ടി 40 ലക്ഷം വരെ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു മാക്സിമം എടുക്കുക. മറ്റേ 1 CR 2 CR 3 CR 10 CR ഒക്കെയാണ് കോടീശ്വരന്മാരായ കോർപ്പറേറ്റ്സുകൾ എടുക്കുന്നത്. അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, കോർപ്പറേറ്റ് വ്യൂമാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സിബിൽ കൂട്ടു നിൽക്കുന്നതാണ് ഇപ്പോൾ ആരോപിക്കുന്നത്. അപ്പൊ നീതിന്യായ വ്യവസ്ഥയ്ക്കും അപ്പുറം നീതികേട് കാണിക്കുന്നത് സിബിൽ സ്കോർ ആണെന്നാണ് ഇന്നിപ്പോൾ വളരെ വളരെ ഒരു എന്താ പറയുന്നത് പറയപ്പെടുന്നത്. കാരണം ജനങ്ങളുടെ ഒരു വികാരം അങ്ങനെയാണ്. അവർക്ക് ഈ രാജ്യത്ത് നിലകൊള്ളണ്ടേ? ഈ ജനങ്ങളില്ലെങ്കിൽ ഈ ബാങ്കുകളുണ്ടോ? ലോൺ ഇല്ലെങ്കിൽ ബാങ്കുകളുണ്ടോ? അപ്പോൾ ലോൺ എടുക്കണം, എന്തായാലും ലോൺ എടുക്കണം. ലോൺ എടുക്കണമെന്നല്ല, സിബിൽ സ്കോറിനും നമ്മൾ എതിരല്ല, അല്ലെങ്കിൽ സിബിലിനും നമ്മൾ എതിരല്ല. അതൊക്കെ വേണം, സാമ്പത്തിക അച്ചടക്കം എല്ലാവർക്കും വേണം. പണ്ട് എപ്പോഴും എല്ലായിടത്തും ലോണിന്റെ അവസാനം മുങ്ങുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ട് അത് പാടില്ല. നമുക്കൊരു സാമ്പത്തിക അച്ചടക്കം തീർച്ചയായിട്ടും വേണം. പക്ഷെ എന്ന് കരുതി അതിന്റെ നിയമങ്ങൾ ഇച്ചിരി ഇളവ് ചെയ്യാം. ഇപ്പൊ തന്നെ ഈ ക്രെഡിറ്റ് കാർഡ്, പൗർണമി, ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ. എടുത്ത് അടച്ചില്ലെങ്കിൽ അതിന്റെ ഒരു പെനാൽറ്റി എന്നൊക്കെ പറഞ്ഞാൽ 2000 രൂപയാണ് ഒറ്റ പ്രാവശ്യം. 2000-3000 രൂപ, 41% പലിശ. ഇതൊക്കെ എന്താണ് റിസർവ് ബാങ്ക് അനങ്ങാതിരിക്കുക? എന്തുകൊണ്ടാണ് ഇത് സുപ്രീം കോടതി ഇടപെടാത്തത്? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, വട്ടിപ്പലിശക്കാരൻ പോലും 5% പലിശയാണ് വാങ്ങിക്കുന്നത്. ഞാനിപ്പോ പൗർണമിയുടെ ഒരു അത്യാവശ്യത്തിന് 50,000 രൂപ വാങ്ങിച്ചാൽ പൗർണമി ഏറ്റവും വലിയ വട്ടിപ്പലിശക്കാരിയാണ് കൂടുന്നൊരു 5 അല്ലെങ്കിൽ 8% വാങ്ങിക്കുമായിരിക്കും. കഴുത്തറപ്പന് നമ്മുടെ നാട്ടിൽ നിരോധിച്ചിരിക്കുകയാണ്. ഇവിടെ ഇപ്പൊ 50,000 രൂപയാണ് നമ്മൾ വാങ്ങുന്നത്, ക്രെഡിറ്റ് കാർഡിൽ നിന്ന് എടുക്കുന്നെങ്കിൽ തിരിച്ച് 1.5 ലക്ഷം രൂപ അടയ്ക്കേണ്ട ആവശ്യം. അതൊക്കെ എവിടുത്തെ ന്യായമാണത്? 41% അല്ലെങ്കിൽ 35% പലിശ, ഇല്ലെങ്കിൽ അതങ്ങ് ഇരട്ടിയിലാകും. നമ്മൾ അടയ്ക്കുന്ന പൈസ ഒന്നുമല്ലാത്തൊരവസ്ഥ. അല്ല, അത് മാത്രമല്ല, ഈ ബാങ്കുകളുടെ ഒരു കൊള്ള, അല്ലെങ്കിൽ ഈ ഒരു സിബിൽ സ്കോറിൽ മാത്രമല്ല, ഈ ഒരു ലോണുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യത്തിന് ബാങ്കുകളിൽ പോകുമ്പോൾ ഓരോരോ ഇൻഷുറൻസിന്റെ പേര് പറഞ്ഞ് അവിടെ വെച്ചും അങ്ങനെയും കസ്റ്റമേഴ്സിനെ ഓരോന്നിലും പുതിയതായിട്ട് ചേർക്കാൻ ശ്രമിക്കുന്ന ഒരു സമ്പ്രദായം ഇപ്പം നിലവിൽ എല്ലാ ബാങ്കുകളിലും അത്യാവശ്യം കയറുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ മനസ്സിലാവും. പക്ഷെ ഒരു വിധത്തിലും നമുക്ക് അവരുടെ അടുത്തൊന്ന് ഊരി പോകാൻ കഴിയാത്തത്, അതായത് അത്യാവശ്യം ഇതിനെപ്പറ്റി അറിയാത്ത ഒരാളാണെങ്കിൽ തുച്ഛമായ എമൗണ്ടേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആരാണെങ്കിലും അത് എടുത്തോ എന്ന് പറയുന്ന ഒരു പ്രവണതയും കണ്ടുവരുന്നില്ല. അതുപോലെ ലോൺ ആപ്പുകളിൽ നിന്ന് എടുക്കുന്ന അതിൽപ്പെട്ട എത്രയോ കുടുംബങ്ങളാണ് ആത്മഹത്യ ചെയ്യുന്നത്. ലോൺ ആപ്പിൽപ്പെട്ട് അവർ 31% പലിശയൊക്കെയാണ് വാങ്ങിക്കുന്നത്. സത്യത്തിൽ ഇതിനൊക്കെ ഏതവനും ഇന്ത്യ മഹാരാജ്യത്തിന്റെ സാമ്പത്തിക അച്ചടക്കം എന്ന് പറയുന്നത് RBI ആണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതിന്റെ കീഴിലായിരിക്കണം എല്ലാവരും. അത് സ്മോൾ ആയിക്കോട്ടെ, സ്മാർട്ട് ആയിക്കോട്ടെ, ഇനി പ്രൈവറ്റ് ആയിക്കോട്ടെ, പബ്ലിക് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള സാമ്പത്തിക അച്ചടക്കം മസ്റ്റായിട്ടും RBI നോക്കി കാണേണ്ടത് തന്നെയാണ്. അതോടൊപ്പം സിബിൽ സ്കോറിന്റെ കാര്യത്തിൽ ഒരു പുനർവിചിന്തനം ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ആത്മഹത്യകൾ കൂടുകയും സാമ്പത്തികമായിട്ട് ആൾക്കാർ വല്ലാതെ തകരുകയും രാജ്യം വല്ലാതൊരു ദുരന്തത്തിലേക്ക് പോവുകയും ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.